ചെങ്ങളായി മലപ്പട്ടം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആടൂർക്കടവ് പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. വർഷങ്ങളായി തൂക്കുപാലത്തിലൂടെ മാത്രം പുഴ മുറിച്ചു കടന്നിരുന്ന ആടൂർ ചെങ്ങളായി നിവാസികൾക്ക് മാസങ്ങൾക്കുള്ളിൽ പുതിയ പാലത്തിലൂടെ സഞ്ചരിക്കാനാവും. നിലവിൽ തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന സ്പാനുകളുടെ പണിയാണ് നടക്കുന്നത്. 2024 ജൂലൈയിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത്. എം.വി. ഗോവിന്ദൻ എം.എൽ.എ. ആണ് ഉദ്ഘാടനം ചെയ്തത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ചെങ്ങളായി ഭാഗത്ത് നിന്ന് കടവിലേക്കുള്ള ഭാഗത്താണ് പാലം പണി നടത്തുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. നിയമപരമായല്ല ടെൻഡർ നൽകിയതെന്നാരോപിച്ച് ഇരിക്കൂറിലെ കൺസ്ട്രക്ഷൻ കമ്പനി കേസ് നൽകിയതിനെ തുടർന്ന് വർഷങ്ങളോളം നിർമ്മാണം നിലച്ചിരുന്നു. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ ചെങ്ങളായി ടൗണിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വ്യാപാര കേന്ദ്രമായ ചെങ്ങളായിൽ മലപ്പട്ടം പഞ്ചായത്തിലുള്ളവർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ചെങ്ങളായിയെ സംബന്ധിച്ചിടത്തോളം ഈ പുഴയുള്ളത് കൊണ്ടാണ് ഇതൊരു വ്യാപാര കേന്ദ്രമായിട്ട് പഴയ കാലത്തൊക്കെ വളരെ സജീവമായ ഒരു ഗ്രാമമായിരുന്നു ചെങ്ങളായി. പിന്നെ പിൽക്കാലത്ത് ശ്രീകണ്ഠാപുരം കോട്ടൂർ പാലം വന്നതോടുകൂടിയാണ് ചെങ്ങളായിയുടെ പ്രതാപം നഷ്ടപ്പെടാൻ തുടങ്ങിയത്. രാത്രികാലങ്ങളിൽ കൂടുതൽ സജീവമായിരിക്കുന്ന ഒരു ടൗൺ ഇപ്പോഴും ചെങ്ങളായി തന്നെയാണ്. അപ്പോൾ ചെങ്ങളായിക്ക് അന്ന് ചെങ്ങളായിയും അടൂരും മലപ്പട്ടം പഞ്ചായത്തിലെ അടൂരും ചെങ്ങളായും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. കാരണം അടൂർ നിവാസികളൊക്കെ മുഴുവനും ചെങ്ങളായിയാണ് ആശ്രയിക്കുന്നത്. കുട്ടികൾ സ്കൂളിലേക്കാണെങ്കിലും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും ചെങ്ങളായിയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ചെങ്ങളായിക്ക് അന്ന് തന്നെ പഴയ കാലത്ത് തന്നെ ചെങ്ങളായിക്ക് ഒരു വാഹന ഗതാഗത യോഗ്യമായ ഒരു പാലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം അന്ന് തന്നെ വളരെ കാലം മുമ്പ് തന്നെ ഉയർന്നുവെങ്കിലും പാലം ഇപ്പോഴാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 12 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. 2018-19 വർഷത്തെ ബജറ്റിൽ 9,50 ലക്ഷം രൂപ പാലം നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നു. റോഡ് നിർമ്മാണത്തിനായി നാട്ടുകാർ സൗജന്യമായി സ്ഥലം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ 2018-19 വർഷങ്ങളിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് പാലത്തിന്റെ പ്ലാനിലും എസ്റ്റിമേറ്റിലും റീകാസ്റ്റിംഗ് വരുത്തി. ഇതോടെ തുടർ നടപടികൾ നിലച്ചു. തുടർന്ന് എസ്റ്റിമേറ്റ് പുതുക്കി ഭരണാനുമതി നൽകുകയായിരുന്നു. നിലവിൽ ഇവിടുത്തെ ഏക ആശ്രയമായ തൂക്കുപാലം തുരുമ്പെടുത്ത് അപകടഭീതിയിലാണ്. പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ മലപ്പട്ടം മയിൽ ഭാഗത്തുള്ളവർക്കെല്ലാം ശ്രീകണ്ഠപുരത്ത് പോകാതെ ചെങ്ങളായി മേഖലയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.